പൊന്നുമക്കളെ നിങ്ങളുണരണം, കുഞ്ഞുമുഖങ്ങൾ ശുദ്ധമാക്കണം, 5 നേരവും നിസ്കരിക്കണം, വഞ്ചനയുടെ നഞ്ഞ് വെടിയണം. പൊന്നുമക്കളെ നിങ്ങളുണരണം, കുഞ്ഞുമുഖങ്ങൾ ശുദ്ധമാക്കണം, 5 നേരവും നിസ്കരിക്കണം, വഞ്ചനയുടെ നഞ്ഞ് വെടിയണം. നാവുകൊണ്ടു നാം തേനൊഴുക്കണം, നന്മ ചെയ്യുവാൻ കൈയുയർത്തണം, വേദം ഖുർആൻ എന്നു മോദണം, വേദനിക്കുവോർക്കഭയമേകണം. നാവുകൊണ്ടു നാം തേനൊഴുക്കണം, നന്മ ചെയ്യുവാൻ കൈയുയർത്തണം, വേദം ഖുർആൻ എന്നു മോദണം, വേദനിക്കുവോർക്കഭയമേകണം. പൊന്നുമക്കളെ നിങ്ങളുണരണം, കുഞ്ഞുമുഖങ്ങൾ ശുദ്ധമാക്കണം, 5 നേരവും നിസ്കരിക്കണം, വഞ്ചനയുടെ നഞ്ഞ് വെടിയണം. പള്ളി നമ്മുടെ ഉള്ളിൽ പണിയണം, സ്നേഹം കൊണ്ടൊരു മിമ്പറുയരണം, സത്യദീനിനെ പിന്തുടരണം, ശുദ്ധരാകുവാൻ ഹജ്ജ് ചെയ്യണം. പള്ളി നമ്മുടെ ഉള്ളിൽ പണിയണം, സ്നേഹം കൊണ്ടൊരു മിമ്പറുയരണം, സത്യദീനിനെ പിന്തുടരണം, ശുദ്ധരാകുവാൻ ഹജ്ജ് ചെയ്യണം. പൊന്നുമക്കളെ നിങ്ങളുണരണം, കുഞ്ഞുമുഖങ്ങൾ ശുദ്ധമാക്കണം. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، هو الأول والآخر والظاهر والباطن، وهو على كل شيء قدير. وأشهد أن نبينا محمدًا صلى الله عليه وعلى آله وأصحابه وسلم عبده ورسوله، بلغ الرسالة وأدى الأمانة ونصح الأمة. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد، ما يلفظ من قول إلا لديه رقيب عتيد. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും
വിശിഷ്യ രഹസ്യ ജീവിതത്തിൽ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് അർഹമുർറാഹിമീനായ റബ്ബിൻ്റെ സ്നേഹവും ഇഷ്ടവും പൊരുത്തവും തൃപ്തിയും ലഭിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുക, കൊതിക്കുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യ ജീവിതമെന്ന് പറയുന്നത് ഒരു മരീചിക പോലെയാണ്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും. ചില സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിക്കുമ്പോഴും ആസ്വദിക്കുമ്പോഴും ഇത് തന്നെയാണ് യഥാർത്ഥ സുഖമെന്ന് നാം വിചാരിച്ചു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ജീവിതത്തിൻ്റെ ദാതാവ്. ജീവൻ നൽകാൻ, ജീവിതം നൽകാൻ മറ്റാർക്കും സാധ്യമല്ല. എല്ലാം സൃഷ്ടിച്ച അല്ലാഹു ജീവിതത്തെയും സൃഷ്ടിച്ചു. ആ ജീവിതം അനുഭവിക്കാൻ ഒരുപാട് ജീവജാലങ്ങളെ സൃഷ്ടിച്ചു. അതിലേറ്റവും ഉത്കൃഷ്ടരായി അല്ലാഹു നമ്മെ സൃഷ്ടിച്ചു. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. മറ്റുള്ള സൃഷ്ടിപ്പിനെ പോലെയല്ല മനുഷ്യരുടെ സൃഷ്ടിപ്പ്. മറ്റുള്ളവരുടെ ജീവിതം പോലെയല്ല മനുഷ്യരെ നിങ്ങളുടെ ജീവിതം. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. പ്രയാസങ്ങളും ക്ഷീണങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഉത്തരം മുട്ടലുകളും ചോദ്യങ്ങളും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും താണ്ടിക്കടക്കാൻ സാധ്യമല്ല എന്ന് വിചാരിക്കുന്ന വലിയ വലിയ കുന്നുകളും എല്ലാം ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. മനുഷ്യനെ അല്ലാഹു അങ്ങനെ സംവിധാനിച്ചു. ജീവിക്കാൻ അവൻ ആയുസ് നിശ്ചയിച്ചു, പരിധി നിശ്ചയിച്ചു. ആ ജീവിതായുസ്സിനിടയിൽ ഇതൊക്കെ അവൻ താണ്ടിക്കടക്കണം. താണ്ടിക്കടക്കുന്നതിനിടയിൽ പച്ചയും വെളുപ്പുമുണ്ടാകും, ഇറക്കവും കയറ്റവും ഉണ്ടാകും, സുഖങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകും, പ്രതിസന്ധികളും പരിഹാരങ്ങളും ഉണ്ടാകും. അത് മാത്രമാകുന്നു ജീവിതമെന്ന് കരുതരുത്. എന്നിട്ട് അല്ലാഹു കൂടെ പഠിപ്പിച്ചു, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ജീവിതമെന്ന് പറയുന്നത് മതാഉൽ ഗുറൂർ മാത്രമാകുന്നു. മതാഉൽ ഗുറൂർ. എന്താണ് മതാഉൽ ഗുറൂർ? ഒരു സുഖം കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് തന്നെയാണ് ജീവിതം, ഇതങ്ങോട്ട് തുടർന്നാൽ മതിയെന്ന്. അതാണ് മതാഉൽ ഗുറൂർ. ആ സുഖമായിരുന്നില്ല ജീവിതം. കുറച്ചു ദിവസം കഴിഞ്ഞൊരു ദുഃഖമുണ്ടാകണം. അപ്പോഴേ സുഖത്തിൻ്റെ മൂല്യം നമുക്ക് മനസ്സിലാകൂ. ആ സുഖവും ദുഃഖവും സമ്മിശ്രമാകുമ്പോഴാണ് ജീവിതമാകുന്നത്. അതല്ലാതെ സുഖങ്ങൾ കണ്ടപ്പോൾ അത് മാത്രമാണ് ജീവിതം എന്ന് വിചാരിച്ചു പോകരുത് എന്ന് മനുഷ്യൻ, അതും ബുദ്ധിയുള്ള മനുഷ്യൻ മനസ്സിലാക്കാൻ അല്ലാഹു പറഞ്ഞ വാചകമാണ് മതാഉൽ ഗുറൂർ. അതെ, മനുഷ്യന് തോന്നും അങ്ങനെ. അക്കരെ പച്ചയുടെ ആളാണല്ലോ മനുഷ്യൻ. ഇവിടെ നിൽക്കുമ്പോൾ തോന്നും അവിടെയാ നല്ലത്. എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ തോന്നും അപ്പുറത്തെ വീടാ നല്ലത്. എൻ്റെ വണ്ടി കയറിയിരിക്കുമ്പോൾ തോന്നും അപ്പുറത്തെ വണ്ടിയാ നല്ലത്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇതൊന്നുമല്ല ജീവിതം. ഇതൊക്കെ അസ്തമിക്കും, ഇതൊക്കെ അവസാനിക്കും. അല്ലാഹു പറഞ്ഞു, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം നശിക്കും. ഇതൊന്നും സ്ഥായിയല്ല. അങ്ങനെ ആരും ധരിക്കരുത്. എല്ലാ കോട്ടകളും കൊത്തളങ്ങളും നശിക്കും, സൗകര്യങ്ങളും സമൃദ്ധികളും നശിക്കും. അനുഭവിച്ചവരൊക്കെ പോയില്ലേ? കം തറഖൂ മിൻ ജന്നാത്തിൻ വഉയൂൻ. ഒരുപാട് പോയവരെ കുറിച്ച് ഇപ്പൊ ചരിത്രം പറഞ്ഞ ശേഷം അല്ലാഹു ഇങ്ങനെ സംഗ്രഹിച്ചു. നോക്കൂ, കം, എത്ര എത്ര ഭീകരന്മാർ
എത്രയെത്ര സുന്ദരന്മാർ, എത്രയെത്ര സുഖിയന്മാർ, എത്രയെത്ര നേതാക്കൾ, എത്രയെത്ര പണക്കാർ തറക്കൂ, എല്ലാവരും ഉപേക്ഷിച്ചു പോയി. ആരും ഇവിടെ നിൽക്കില്ല. അവർക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു? മിൻ ജന്നാത്ത്, ഉയൂൻ, സുറൂർ, മഖാമിൻ കരീം, എസ്റ്റേറ്റുകൾ, തോട്ടങ്ങൾ, ഉറവിടങ്ങൾ, നദികൾ, പുഴകൾ, കൃഷിയിടങ്ങൾ. സുബ്ഹാനല്ലാഹ്, അതിലൊക്കെ അവരങ്ങനെ സുഖിച്ച് ജീവിക്കുന്നു. പക്ഷേ ഇല്ല, ഒക്കെ കഴിഞ്ഞു, എല്ലാവരും പോയി, ആരെയും കാണാനില്ല. നമ്മളും പോകും. അതുകൊണ്ട് അല്ലാഹു നമ്മോട് സൂചിപ്പിച്ചു, വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാ ലില്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ദുനിയാവിലെ നേട്ടകോട്ടങ്ങളല്ല മനുഷ്യരെ നമ്മുടെ വിഷയം. വമാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ പക്കലുള്ളതാണ്. ഖൈറുൻ വഅബ്ഖാ, പറയണ്ടല്ലോ, നമുക്ക് അറിയാവുന്ന ഒരു പദമാണ് ഖൈറുൻ വഅബ്ഖാ. വേറൊന്നിനെ കുറിച്ചും ആ പദം പറയാനില്ല ആഖിറത്തിനെ കുറിച്ചല്ലാതെ. വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ, അതാണ് അവശേഷിക്കുക, അല്ലാഹുവിന്റെ അടുത്തുള്ളതാണ്. പക്ഷെ ആർക്ക്? നമുക്ക് കിട്ടുമോ? നമുക്ക് അല്ലാഹു രണ്ട് ക്വാളിറ്റി പറഞ്ഞു. ലില്ലദീന ആമനു, ഒന്ന്. രണ്ട്, വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഒന്ന് ഈമാൻ ഉണ്ടാകണം, രണ്ട് തവക്കുൽ ഉണ്ടാകണം. വലിയ ഗുണം, ഒരുപാട് ചിന്തിക്കേണ്ട ഗുണം. വിശ്വാസം നഷ്ടപ്പെടാനുള്ള എല്ലാ കാരണങ്ങളും ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ദിനേന എന്നോണം ചില നിർഭാഗ്യവാന്മാർ, അള്ളാഹു നമ്മെ ഇതിൽ പെടുത്താതിരിക്കട്ടെ, വിശ്വാസം ഇങ്ങനെ കുറഞ്ഞു വരിക. നമ്മൾ ആരായിരിക്കണം? നമ്മൾ ഒരു സെക്കൻഡ് ജീവിതത്തിൽ ആയുസ്സിൽ കടന്നു പോകുമ്പോൾ ഈമാനിന്റെ ഗ്രേഡ് ഉയർത്തി ഇഹ്സാനിലെത്താൻ നമുക്കാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റേലേക്ക് നമ്മൾ പോകരുത്. നമുക്ക് മുകളിലേക്ക് പോകാവൂ, താഴേക്ക് നമ്മൾ പോകരുത്. താഴേക്ക് പോകാൻ സമ്മതിക്കരുത്, പിടിച്ചു വെക്കണം. ആര് വന്നാലും ശരി, സമ്മതിക്കാൻ പാടില്ല. ഞാൻ ഇതുവരെയൊക്കെ ജീവിച്ചത് ഇങ്ങനെയാണ്. എനിക്ക് ഈമാനിന് ശക്തിയായിരുന്നു, വിശ്വാസത്തിന് വർധനവായിരുന്നു, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, അല്ലെ, ശക്തി ഉണ്ടായിരുന്നു, ആർക്കും പിടിച്ചു കുലുക്കാൻ പറ്റാത്ത. ഇപ്പൊ സുഖം കൂടിയപ്പോൾ നമ്മളൊന്ന് പതറി, സൗകര്യം കൂടിയപ്പോൾ നമ്മളൊന്ന് പതറി, മക്കളുണ്ടായപ്പോൾ, നല്ല ഭാര്യ വന്നപ്പോൾ, നല്ല വീട് കിട്ടിയപ്പോൾ, നല്ല ജോലി കിട്ടിയപ്പോൾ, അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. രണ്ട്, വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ആരിൽ? അള്ളാഹുവിൽ മാത്രം, അവരുടെ റബ്ബിൽ മാത്രം തവക്കുൽ ചെയ്യണം. നമുക്ക് വേറെ ഒരു തവക്കുലില്ല. വേറെ പലരിലും തവക്കുൽ ചെയ്യേണ്ട. നമ്മൾ ആരായിരിക്കണം? അള്ളാഹുവിൽ മാത്രം പരമേൽപ്പിക്കണം. പലർക്കും പലരെയും പരമേൽപ്പിക്കാണ്ട്, അല്ലേ? കോഴിക്കുഞ്ഞുങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? കോഴിക്കുഞ്ഞുങ്ങൾ ഒരു പരുന്തിന്റെ ഒച്ച കേട്ട ഓടിപ്പോവും. എന്നിട്ട് അവിടെ തള്ളപ്പക്ഷിയുടെ, തള്ളക്കോഴിയുടെ ചിറകിന്റെ അടിയിലേക്ക്. അവിടെ തവക്കുലുണ്ട് അവർക്ക്. അവിടെ ചെന്നാൽ രക്ഷപ്പെട്ടു. നമ്മളെങ്ങോട്ട് ഓടും സഹോദര? നമുക്ക് എവിടെയില്ല ഓടാൻ. നമുക്കൊരു തള്ളക്കോഴിയില്ലല്ലോ ഓടാൻ. നമുക്ക് അല്ലാഹു മാത്രമേ ഉള്ളൂ ഓടാൻ. അതാണ് തവക്കുൽ. ആ തവക്കുൽ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാ. അല്ലാഹു കൂട്ടത്തിൽ നിന്ന് ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതാണ് ജീവിതം. ഈ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ മറന്നുപോകാൻ പാടില്ലാത്ത ഒരു വാചകം, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. പറ്റുമോ? ഒരു അണുവണി തൂക്കമെങ്കിലും നന്മ ചെയ്താൽ അവന്റെ ഭാവി ജീവിതത്തിൽ, യഥാർത്ഥ ജീവിതത്തിൽ അവനത് കാണാൻ കഴിയും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരണുമണി തൂക്കം തിന്മ ചെയ്താലോ അതും കാണും. നമ്മൾ ആരാകണം? നന്മ ചെയ്യുന്നവരാകണം. നന്മ ചെയ്ത് മുമ്പോട്ട് കുതിക്കുന്നവരാകണം. സഹോദരന്മാരെ, അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും സംശയമില്ലല്ലോ, വാക്കിലാണ് സംശയമില്ലാത്തത്. അല്ലാഹു പറയുന്ന ഒരു വാചകമുണ്ട്, യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ. എല്ലാവരെയും അല്ലാഹു പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു ദിനമുണ്ട്. വീണ്ടും ഒരു ജീവിതം. എന്നിട്ട് എന്തിനാ? ഫയുനബ്ബിഉഹും ബിമാ അമിലു. അവർ പ്രവർത്തിച്ചത് മുഴുവൻ അവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും അല്ലാഹു.
നമ്മൾ ചെയ്തൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരാം അല്ലേ? ആരാണ് അല്ലാഹു? അല്ലാഹു അതൊക്കെ വളരെ തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മളെ അവസ്ഥ എന്താ? അല്ലാഹു പറയുന്നു അവര് മറന്നുപോയിണ്ടാവും. നമ്മൾ മറന്നില്ലേ? കഴിഞ്ഞ കൊല്ലത്തത് വലുതും മറന്നല്ലോ. എഴുതി വെക്കാത്തത്, ഓർമ്മയിൽ തങ്ങി നിൽക്കാത്തതൊക്കെ മറന്നുപോയി. അല്ലാഹു വളരെ കണിശമായി കൃത്യമായി സെക്കൻഡുകൾ എങ്ങനെ എഴുതിയത്, എങ്ങനെ രേഖപ്പെടുത്തിയത്, എങ്ങനെ തിട്ടപ്പെടുത്തിയത്, നമ്മുടെ മനസ്സിന്റെ ഓരങ്ങളിലുണ്ടായ സ്പന്ദനങ്ങൾ പോലും അല്ലാഹു എഴുതി, അല്ലാഹു രേഖപ്പെടുത്തി, ക്ലിപ്തപ്പെടുത്തി. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ഒരാളോടെ അയാളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് അയാളെക്കുറിച്ചുള്ള ഒരു വെറുപ്പ് മനസ്സിന്റെ മൂലയിൽ എവിടെയെങ്കിലും പ്രതിഫലിച്ചോ? പറഞ്ഞിട്ടില്ല, മുഖത്ത് കാണിച്ചിട്ടില്ല. പ്രതിഫലിച്ചോ? വെറുതെ ഉണ്ടായോ? അയാളെ കാണുമ്പോൾ അയാളോടൊരു സ്നേഹമുണ്ടായോ? രണ്ടും. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ഭയപ്പെടേണ്ട ഒരു വിഷയം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിറാഅത്ത്, ഖുർആൻ പാരായണം റസൂലിനെ കരയിച്ച ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? റസൂലുള്ള പറഞ്ഞു അബ്ദുല്ലാഹി ബിൻ മസ്ഊദിനോട്, ഇഖ്റ അലൈ, എനിക്കൊന്ന് ഓതിക്കൊണ്ട, ഞാനൊന്ന് കേൾക്കട്ടെ. ആരാ ഇബ്നു മസ്ഊദ്? ആരാ റസൂലുള്ള? റസൂലുള്ളാഹി ആ ഖുർആൻ ഇറങ്ങിയത് ചോദിച്ചു. അഖ്റഉ അലൈക വഅലൈക ഉൻസിൽ. റസൂലേ, എന്താ ഈ പറയുന്നത്? അങ്ങേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ ഖുർആൻ ഞാൻ അങ്ങേക്ക് വായിച്ചു തരാനോ? റസൂലുള്ള പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ അത്? ഫഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. നമ്മൾ കേൾക്കണം. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഖുർആൻ നമ്മൾ വായിച്ചാൽ പോരാ, കേൾക്കണം, മറ്റുള്ളവരിൽ നിന്ന് കേൾക്കണം. കേട്ട് 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 ഖുർആൻ ഒരു ആസ്വാദനമായി മാറണം. റസൂലുള്ള കേൾക്കുകയാണ്. ഇബ്നു അബ്ബാസ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഖറഅതു അലൈഹി സൂറത്തുൻ നിസാ, സൂറത്തുൻ നിസാ ഞാൻ ഇങ്ങനെ പാരായണം ചെയ്തു. അങ്ങനെ എത്തി. എവിടെ എത്തി? ഹത്താ ബലഗ്തു, എവിടെ എത്തി? ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. അല്ലാഹു മാത്രമല്ല ഷഹീദ് എന്നർത്ഥം. പ്രവാചകന്മാരെ മുഴുവൻ അവരുടെ ഉമ്മത്തിന് ഷഹീദായി, സാക്ഷിയായി നാം കൊണ്ടുവരപ്പെടും. അങ്ങനെ കൊണ്ടുവന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. അല്ലയോ മുഹമ്മദ്, താങ്കളുടെ ഈ സമൂഹത്തിന് സാക്ഷിയായി കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംസിക്, നിക്ക്, അവിടെ നിൽക്ക്, കുറച്ച് സമയം നിൽക്ക്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് വിവരിക്കുന്നു, ഞാനിങ്ങനെ നോക്കുമ്പോൾ ഫഇദൻ ഐനാഹു തസ്റഫാൻ, അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകുകയാണ്. റസൂലുള്ളാഹിക്ക് ആ രംഗം ആലോചിച്ച് നോക്കൂ. മനുഷ്യർ, എന്റെ ഉമ്മത്ത് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയായി ഞാൻ വരുന്ന ഒരവസ്ഥ, ആ ഒരു കാഴ്ച, ആ ഒരു അനുഭവം, അതിൽ ഞാൻ സാക്ഷിയാകേണ്ടി വരുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആലോചിച്ച് നോക്കൂ. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ ചെയ്ത കളവിനും ഞാൻ ചെയ്ത വഞ്ചനക്കും സാക്ഷിയാവുകയാണ്. ഞാൻ ചെയ്ത നന്മക്കും ഞാൻ ചെയ്ത സത്യത്തിനും സാക്ഷിയാവുകയാണ്. അല്ലാഹു അക്ബർ. വല്ലാത്ത രംഗമായിരിക്കും. തീർന്നില്ല, മൂന്നാമത്തെ ഒന്നുണ്ട്. അതാരാ? അല്ലാഹുവിന്റെ മലായിക്കത്തുകളാണ്. അവരും സാക്ഷിയാണ്. വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. അതെ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മാന്യന്മാരായ അല്ലാഹുവിന്റെ പ്രത്യേകമായ രേഖ ഉണ്ടാക്കുന്ന ആളുകൾ, എഴുത്തുകാർ. സുബ്ഹാനല്ലാഹ്. അല്ലേ? മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവസ്ഥ അല്ലാഹു വിശദീകരിച്ചതെടുത്ത് പറഞ്ഞല്ലോ, വലഖദ് ഖലഖനൽ ഇൻസാൻ, നമ്മൾ തന്നെയാണ് മനുഷ്യനെ സംവിധാനിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു,
അവന്റെ മനസ്സ് അവനോട് മന്ത്രിക്കുന്നത് പോലും നമ്മൾ അറിയും. എത്ര ചെറുതാ നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞത്. ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ മനസ്സ് പറഞ്ഞു എന്ന് പറയലുണ്ടല്ലോ, അത് അള്ളാഹു അറിയും. മാത്രമല്ല വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുക, തന്റെ ജീവനാടിയേക്കാൾ അടുത്തവനാണ് ഞാൻ അള്ളാഹു. എന്നിട്ട് അള്ളാഹു ആ സംവിധാനത്തെ വിശദീകരിച്ചു. ഇത് യതലഖൽ മുതലഖിയാൻ, രണ്ടാളുകൾ. ഇത് യതലഖൽ മുതലഖിയാൻ, മനുഷ്യരുടെ മുഴുവൻ പ്രവർത്തനങ്ങളും എഴുതുന്ന, രേഖപ്പെടുത്തുന്ന, ഏറ്റെടുക്കുന്ന, വീക്ഷിക്കുന്ന, അനിൽ യമീൻ വഅനിൽ ശിമാൽ, ലെഫ്റ്റും റൈറ്റും, വലതുഭാഗത്തും ഇടതുഭാഗത്തും. ആരും സംശയിക്കണ്ട, ഖുർആന്റെ പദം അവരവിടെ കുത്തിയിരിക്കുന്നുണ്ട്. അവിടെ എന്തിനാണ് അവർ കുത്തിയിരിക്കുന്നത്? മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു അക്ഷരം ഉച്ചരിച്ചാൽ അവിടെ ഉണ്ടാവും ആ രേഖയിൽ. സൂക്ഷ്മമായ രേഖ, തയ്യാറാക്കപ്പെട്ട രേഖ, വല്ലാത്ത രേഖയാണ്. ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന ഒരു വാചകമുണ്ട്. യബ്ന ആദം ബുസ്ഖത് ലക സഹീഫതുക്, ആദമിന്റെ മോനെ, നിന്റെ ബുക്ക്, നിന്റെ പേജുകൾ, നിന്റെ ബുക്കിലെ പേജുകൾ നിന്റെ മുമ്പിൽ തുറക്കപ്പെടും. വഉക്കില ബിക മലക്കാനി കരീമാനി, ആ പേജുകളെ ഏൽപ്പിച്ചത് മാന്യന്മാരായ രണ്ട് മലക്കുകളെയാണ്. അഹദുഹുമാ അൻ യമീനിക വൽ ആഖറു അൻ ശിമാലിക്, ഒരുത്തൻ നിന്റെ വലതുഭാഗത്തും മറ്റൊരുത്തൻ ഇടതുഭാഗത്തുമാണ്. ഫഅമ്മല്ലദീ അൻ യമീനിക ഫയുഹ്ഫദു ഹസനാതിക്, വലതുഭാഗത്തുള്ളവൻ നിന്റെ നന്മകൾ രേഖപ്പെടുത്തും. വഅമ്മല്ലദീ അൻ ശിമാലിക ഫയുഹ്ഫദു സയ്യിആതിക്, ഇടതുഭാഗത്തുള്ളവൻ നിന്റെ തിന്മകൾ രേഖപ്പെടുത്തും. അതുകൊണ്ട് ഫഅമൽ മാ ശിഅ്ത, ചെയ്തോ, കുഴപ്പമില്ല, ചെയ്തോ, പക്ഷേ അറിയേണ്ടതുണ്ട്. ഹത്താ ഇദാ മുത്ത തുവിയത് സഹീഫതുക്, നിന്റെ മരണമാസൻ, നീ മരണപ്പെട്ടാൽ ഈ പേജുകളൊക്കെ മടക്കപ്പെടും. ഫജുഇലത് ഫീ ഉനുഖിക മഅക ഫീ ഖബ്രിക്, എന്നിട്ട് ആ പേജുകൾ നിന്റെ കൂടെ നിന്റെ ഖബറിലെത്തും. ഹത്താ തഖ്റുജ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വീണ്ടും നീ ജീവിപ്പിക്കപ്പെടുന്നത് വരെ. അല്ലേ, ഇത് അല്ലാഹു പറഞ്ഞില്ലേ, വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറ, തുറന്നു വെക്കപ്പെട്ട, വായിക്കാൻ വേണ്ടി സൗകര്യപ്പെടുത്തപ്പെട്ട ഒരു ബുക്കുമായാണ് മനുഷ്യൻ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്. കിതാബ്. എന്നിട്ടോ അവിടുന്ന് ഒരു ഉത്തരവ് വരികയാണ്, വായിക്കണോ നിന്റെ ഈ ബുക്ക്, നിന്റെതാണിത്. അല്ലാഹു വേണ്ട ഇനി സാക്ഷി, റസൂലുള്ള വേണ്ട, മലക്കുകൾ വേണ്ട, നീ തന്നെ മതിയടോ. അങ്ങനെ നമ്മളും സ്വയം സാക്ഷികളാവുകയാണ്. അതുകൊണ്ടാണ് സലഫു സാഹിലിങ്ങൾ പഠിപ്പിച്ചു, ഹാദാ കിതാബുൻ, ഇതൊരു വല്ലാത്ത ബുക്കാണ്. ലിസാനുക ഖലമുഹു, ഈ ബുക്കിൽ എഴുതുന്ന പേന ഏതാണെന്നറിയോ? നിന്റെ നാവാണ്, മനുഷ്യന്റെ നാവ്. ആ മഷിയിലൊഴുക്കുന്ന പേന മനുഷ്യരെ നിങ്ങളുടെ ഉമിനീരാണ്. മനുഷ്യരെ ആ ബുക്കിന്റെ കടലാസ് ഏതാണെന്നറിയാമോ? നിങ്ങളുടെ അവയവങ്ങളാണ്. തീർന്നോ? ഇല്ല. അൻതകുൻ തൽമിൻലി അലാ ഹഫളതിക്, നിങ്ങളാരാ മനുഷ്യരെ? നിങ്ങളിങ്ങനെ അള്ളാഹു നിശ്ചയിച്ച ഈ മലക്കുകൾക്ക് നിങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കുക. കേട്ടെഴുത്തില്ലേ, സ്കൂളിലെ മദ്രസിലേക്ക് കേട്ടെഴുതുന്ന മാതിരി നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുക. മലക്കുകൾ ഒന്നും കൂട്ടൂല, ഒന്നും കുറക്കൂല, ഒന്നും കൂട്ടൂല, ഒന്നും കുറക്കൂല. എപ്പോൾ നാം അതിനെ നിഷേധിക്കുന്നുവോ അപ്പോൾ സഹോദരങ്ങളെ, ഗൗരവത്തോടു കൂടി കാണുക. മനുഷ്യനുള്ള ഒരുപാട് അവയവങ്ങൾ നൽകിയില്ലേ? ഓരോ അവയവങ്ങളും പ്രത്യേകമായ രീതിയിലാണ് സൃഷ്ടിച്ചത്. ആ അവയവങ്ങൾക്കൊക്കെ അതിനനുസരിച്ചുള്ള വിചാരണയേ ഉള്ളൂ. കണ്ണ് കൊടുത്തു നോക്കി, നിങ്ങൾ കണ്ണിന്റെ സിസ്റ്റം, കണ്ണിങ്ങനെ തുറന്നിട്ടാ, അടഞ്ഞിട്ടല്ല. അപ്പൊ അതുകൊണ്ടോ
അതുകൊണ്ട് മനുഷ്യരെ, ആ കണ്ണുകൊണ്ട് നിങ്ങൾ പൊടുന്നതിനെന്തെങ്കിലും കണ്ടാൽ നിങ്ങളെ വിചാരണ ചെയ്യൂല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കണ്ണിന് അല്ലാഹു അടക്കാനുള്ള സംവിധാനം തന്നിട്ടുണ്ട്. അടച്ചിട്ട് നിങ്ങളുടെ ഗ്രേഡ് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാം. പക്ഷേ പൊടുന്നത് നിങ്ങൾ എന്തെങ്കിലും കണ്ടാൽ കുഴപ്പമില്ല. ചെവിട് തന്നോ? എങ്ങനെ തന്നത്? അതും ഓപ്പണാണ്, അടിച്ചിട്ടില്ലല്ലോ, ഓപ്പണാണ് സാധനം. അതുകൊണ്ടോ പെട്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും കേട്ടാൽ അതിന് നിങ്ങളെ വിചാരണ ചെയ്യൂല. പക്ഷേ ചെവിടനെയും കണ്ണിനെയും ചെവിടനെയും അല്ലാഹു സംവിധാനിച്ചത് ഈ കഴുത്തെന്ന തലയെന്ന സംവിധാനത്തിലാണ്. അതിനെ അല്ലാഹു തിരിക്കാനും വളക്കാനും സംവിധാനം നൽകി. നിങ്ങൾക്ക് തിരിക്കാം, വളക്കാം, തിരിച്ചും മറച്ചും. കേൾക്കാൻ പറ്റാത്തത് കേൾക്കാതെ, കാണാൻ പറ്റാത്തത് കാണാതെ നീ ജീവിച്ചാൽ നിന്റെ ഗ്രേഡ് വർദ്ധിക്കും. ഇനി മൂന്നാമത്തെ അവയവ ഭയങ്കര അപകടം. അതേതാ? അത് ഓപ്പണല്ല, ക്ലോസ്ഡാ, അടച്ചു വെച്ചിട്ടുണ്ട്. മനുഷ്യന്റെ വായ അല്ലേ, അടച്ചു വെച്ചത്. അടച്ചു വെച്ചു എന്ന് മാത്രമല്ല, ശരീരശാസ്ത്രം പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ശക്തിയുള്ള 2 പേശികൾ തുറക്കണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്, ഭയങ്കര പ്രയാസമാണ്. ശക്തിയുള്ള 2 പേശികളെ കൊണ്ടാണ് അല്ലേ. അല്ലാഹു തആല പറഞ്ഞില്ലേ ആ ലിസാനിനെ കുറിച്ച്, ലിസാൻ വശഫതൈൻ, 2 ചുണ്ടുകളെ കുറിച്ച്. എന്തിനാ? പ്രയാസപ്പെടും. ഇത് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രയാസപ്പെട്ട് തുറക്കണം. അപ്പൊ തുറന്ന് പറഞ്ഞു പോയാൽ ചെവിടിന്റെ മാതിരിയല്ല, കണ്ണിന്റെ മാതിരിയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്ത് പറയണമെന്നറിയാത്ത വല്ലാത്ത ദുര്യോഗത്തിലാണ് മുസ്ലിം ഉമ്മത്ത് അല്ലേ. എവിടെ എത്തി പറഞ്ഞിട്ട്? വല്ലാത്ത ഒരു ദുരവസ്ഥ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ സമൂഹത്തിനാണല്ലോ ഈ ആപത്ത് വന്നത്. ഇത്രമാത്രം ശക്തമായി ഈ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ വിവരിച്ചു, റസൂലുള്ളാഹി പറഞ്ഞു തന്നു. എല്ലാവർക്കും അറിയാം ഇതൊക്കെ. എന്റെ നാവ് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയാൽ ആ നാവിനെ അല്ലാഹു സംവിധാനിച്ചത് പറയരുത് എന്ന് വിചാരിച്ച ആവശ്യമുള്ളത് പറഞ്ഞാൽ മതി. അതിനാണ് അങ്ങനെ സംവിധാനിച്ചത്. എന്നിട്ട് പോലും മനുഷ്യൻ കൽപ്പിച്ചു കൂട്ടി പറയുന്നു. പറയാൻ പാടില്ലാത്തതവ പറയിപ്പിക്കുന്നു. ഞാൻ പറയിപ്പിക്കും, ചോദിച്ചിട്ട് പറയിപ്പിക്കും. പറയൂലേ, എന്നിട്ട് പറയിപ്പിച്ചിട്ട് മനുഷ്യനെ ഉപദ്രവിക്കുന്നു. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, വല്ലാത്ത ഒരു സമയമായിരിക്കും ഇത്. അല്ലാഹുവിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിചാരണ നടത്തപ്പെടുക നമ്മുടെ നാവിനെയായിരിക്കും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഗൗരവത്തോടുകൂടി ജീവിക്കുക. ആവശ്യമുള്ളത് പറഞ്ഞാൽ മതി, എഴുതൽ ആവശ്യമുള്ളത് മതി, പറഞ്ഞു കൊടുക്കൽ ആവശ്യമുള്ളത് മതി, അത്യാവശ്യമുള്ളത് ആൾ വിട്ടാളേ. അതല്ലേ സലഫു സാലിഹ്യങ്ങൾ പഠിപ്പിച്ചത്. വജ്അൽ കലാമക കലാമൈൻ, കലാമുൻ ലിദ്ദുനിയ വകലാമുൻ ലിൽആഖിറ. നിങ്ങളുടെ സംസാരം 2 എണ്ണമാക്കിക്കോ. ഒന്ന് ദുനിയാവിന് പറ്റിയത്, മറ്റേത് ആഖിറത്തിന് പറ്റിയത്. വസ്സാലിസു ലാ യൻഫഅ ബൽ യദുർ. മൂന്നാമത്തതൊന്ന് നിങ്ങൾക്ക് ഗുണം ചെയ്യൂല എന്ന് മാത്രമല്ല, ഉപദ്രവം ചെയ്യും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂർ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയാകുന്നവ അല്ലാഹു, അമ്പിയാക്കന്മാർ, മലക്കുകൾ, നാം സ്വയം. തീർന്നില്ല. അല്ലാഹു സംവിധാനം ചെയ്ത് തന്നെ അതിനാ നമ്മളെ പരീക്ഷിച്ച് ചോദ്യം ചെയ്ത് ഉത്തരം പറഞ്ഞ് സ്വർഗത്തിലേക്ക് എത്തിക്കാൻ. ഇനി എന്ത് ചെയ്തു? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കരുതിക്കോ മനുഷ്യന്മാരെ, നഖ്തിമു അലാ അഫ്വാഹിഹിം, അങ്ങനെ ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്. വായകൾക്ക് സീല് ചെയ്യും. പറയാൻ കഴിയില്ല, തീരെ തുറക്കാൻ കഴിയില്ല വിചാരിച്ചാലും. എന്നിട്ട് വതുകല്ലിമുനാ ഐദീഹിം, അവരുടെ കൈകൾ നമ്മളോട് സംസാരിക്കും. യാ സലാം, കൈകളെ ഇതിമുണ്ടോ അങ്ങനെ സംസാരിക്കാനുള്ള സംവിധാനം? ഉണ്ട്. അല്ലാഹു പറഞ്ഞതാ. തീർന്നില്ല. വതശ്ഹദു അർജുലുഹും, കാല് സാക്ഷി പറയും, അതെ എനിക്കറിയാം. സുബ്ഹാനല്ലാഹ്. നമ്മൾ രക്ഷപ്പെടില്ല സഹോദരന്മാരെ. മനുഷ്യൻ വിചാരിച്ചത് രഹസ്യമായി ചെയ്താൽ രക്ഷപ്പെടുന്ന. കാരണം നമ്മളല്ല,
എല്ലാ സംവിധാനങ്ങളും മാറുകയാണ്. വല്ലാത്ത ഒരവസ്ഥയാണ് ആ സംവിധാനം. മനുഷ്യന്റെ ദുഃഖം മണപൊട്ടിയൊഴുകുന്ന സന്ദർഭം. മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അവന്റെ മുഴുവൻ അവയവങ്ങളും അവനെതിരെ സാക്ഷി പറയുന്ന വല്ലാത്ത ഒരു ദിവസം, അല്ലെങ്കിൽ അവൻ അനുകൂലമായി സാക്ഷി പറയുന്ന ഒരു ദിവസം. മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കൽ ആരെയാ? അവന്റെ അവയവങ്ങളിൽ. ആരെയാ? എല്ലാവർക്കും അറിയാലോ. ഏറ്റവും കൂടുതൽ പൈസ നമ്മൾ ചെലവാക്കുന്നത് എന്തിനാ? നമ്മുടെ സ്കിന്ന് നന്നാക്കാണ്, തൊലി അല്ലേ? കോസ്മെറ്റിക്സ് ആണല്ലോ ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങണത്. അത്തറ് അല്ലേ, ക്രീമുകൾ. ഏറ്റവും കൂടുതൽ പൈസ പെണ്ണുങ്ങൾ ചെലവാക്കുന്നത് എവിടെയാ? ബ്യൂട്ടി പാർലറിലാണല്ലോ. എന്തിനാ? തൊലിയൊന്നും ശരിയാക്കാൻ. തൊലി ഇങ്ങനെ വെളുത്ത് കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്നാ എല്ലാവരും വിചാരിച്ച് നടക്കണം. അങ്ങനെ തൊലി രക്ഷപ്പെട്ടു. തൊലി വെളുത്താൽ വല്ലാത്ത ഒരു രംഗമല്ല പറയുന്നുണ്ട്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തൻ്റെ തൊലി, ആ തൊലി മനുഷ്യനെതിരെ സാക്ഷി പറയുന്ന ഒരു രംഗം. അപ്പോ ഈ മനുഷ്യൻ തൊലിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലയോ എന്റെ പ്രിയപ്പെട്ട തൊലി, താങ്കൾ എന്തിനാണ് എനിക്കെതിരെ സാക്ഷി പറഞ്ഞത്? ഞാനാരായിരുന്നു? എത്രയെത്ര പണമാണ് നിന്റെ നന്മയ്ക്ക് വേണ്ടി, നിന്നെ ഭംഗിയാക്കാൻ, നിന്നെ ഫലിപ്പിക്കാൻ ഞാൻ ചെലവഴിച്ചത്? അപ്പോഴാണ് കാര്യം തൊലി പറയുന്നത്. ഖാലൂ, എന്താ പറഞ്ഞത്? അൻതഖനല്ലാഹ് അല്ലദീ അൻതഖ കുല്ല ശൈ. ക്ഷമിക്കണം, ഞാനിതിനൊന്നും ചെയ്തിട്ടില്ല. എല്ലാത്തിനെയും സംസാരിപ്പിച്ച അല്ലാഹു ഞങ്ങളെയും സംസാരിപ്പിച്ചു, അത് മാത്രമാണ്. അവനല്ലേ നിങ്ങൾ ആദ്യം സൃഷ്ടിച്ചത്? വഇലൈഹി തുർജഊൻ. അവന്റെ അടുത്തേക്ക് മടങ്ങി പോകാനുള്ളത്. അവനാണ് സംസാരിപ്പിച്ചത്, ഞങ്ങളല്ല. എൻ്റെ സഹോദരന്മാരെ, അവസാനിക്കുന്നില്ല. ഏറ്റവും അവസാനത്തെ രംഗം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മനുഷ്യൻ ജീവിക്കുന്ന ഭൂമി പോലും അവനെതിരെ സാക്ഷി പറയും. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ആരാ? ഭൂമി പറയും. തുഹദ്ദിസു അഖ്ബാറഹാ. റസൂലുള്ളാഹി ചോദിച്ചു, അതദറൂന അഖ്ബാറഹാ, അറിയോ നിങ്ങൾക്ക് എന്താ ഭൂമിക്ക് പറയാനുള്ള വർത്തമാനമെന്ന്? അറിയോ? സഹാബത്ത് പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്കറിയില്ല. അല്ലാഹു റസൂലുഹു അലം. റസൂലുള്ളാഹി വിശദീകരിച്ചു, അഖ്ബാറഹാ എന്ന് പറഞ്ഞാൽ അൻ തശ്ഹദ അലാ കുല്ലി ആബിദിൻ ഔ അമത്തിൻ ബിമാ അമല അലാ വഹ്രിഹാ. ഭൂമിക്ക് മുകളിൽ വെച്ച് മനുഷ്യരെ, ആണും പെണ്ണുമായി നിങ്ങൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കുമെതിരെ സാക്ഷി പറയും. ആര്? ഭൂമി. ഭൂമിന്റെ കണ്ണ് പൊട്ടിക്കാൻ, കണ്ണടക്കാൻ കഴിയോ നമുക്ക്? ഭൂമി പറയും. റസൂലുള്ളാഹി പറയാ, ഭൂമി പറയാ എന്ത്? ആമില യൗം കദാ കദാ, ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇവർ ഇന്നൊക്കെ ചെയ്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാണ് മുസ്ലിം ഉമ്മത്തിനെ സംസ്കരിക്കേണ്ടത്. സംസ്കരിക്കുന്ന വസ്തുത ഈ വിശ്വാസമാണ്, ഈ ശക്തിയുള്ള വിശ്വാസം. അതുകൊണ്ട് അറിയുക, മനുഷ്യരെ നമുക്ക് രക്ഷയില്ല. വാതിലടച്ചാൽ, രഹസ്യമായി പറഞ്ഞാൽ, ആരും കേൾക്കാതിരുന്നാൽ, കള്ളക്കേസ് കൊടുത്താൽ, രഹസ്യമായി പറഞ്ഞാൽ രക്ഷപ്പെടോ? ഇല്ല. ഒക്കെ നമുക്കെതിരെ സാക്ഷി പറയും, എല്ലാ സാധനങ്ങളും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാട്ടെ. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, ഗൗരവത്തോടുകൂടി ജീവിക്കുക. ജീവിതം വളരെ ഗൗരവമുള്ളതാണ്. തമാശയല്ല ജീവിതം, ഗൗരവമുള്ളതാണ് ജീവിതം. ഈ ജീവിതത്തിൽ ആർക്കെങ്കിലും വേണ്ടി ആരെങ്കിലും സ്വന്തം പരലോകത്തെ വിറ്റ് കാശാക്കരുത് കേട്ടോ. ആർക്കെങ്കിലും വേണ്ടി ആരെങ്കിലും ചെയ്യരുത്. നമ്മളെ ഖബറിൽ നമ്മൾ ഒറ്റക്കായിരിക്കും. നമ്മുടെ വിചാരണയ്ക്ക് വിധേയമാകേണ്ടത് നമ്മൾ ഒറ്റക്കായിരിക്കും. നമ്മുടെ സിറാത്തിലൂടെ നമ്മൾ ഒറ്റക്ക് നടന്നു പോകേണ്ടി വരും. ഓർക്കുക, ആ ഒരു ഓർമ്മയിലൂടെ ജീവിക്കുക. അള്ളാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم وفق أولياء أمورنا لما تحبه وترضى وأيد أولياء أمورنا جميعا يا رب العالمين. اللهم إنك تعلم كل ما نعمل
اللهم أنت شاهد على كل ما نعمل. اللهم اغفر لنا ذنوبنا، اللهم اغفر لنا ذنوبنا وكفر عنا سيئاتنا يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين.